ട്രേഡിംഗ് കഴിഞ്ഞ കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയ നമ്മൾ ഏറ്റവും കൂടുതലധികം കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളൊന്നാണ് അല്ലേ. യഥാർത്ഥത്തിൽ എന്താണ് ട്രേഡിംഗ്? ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയാറുള്ളത്. എന്നാൽ നമ്മൾ പറയാൻ പോകുന്ന ട്രേഡിംഗ് ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് സാധനങ്ങൾക്ക് പകരം നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് എയ്ച്ചർ മോട്ടോഴ്സ്, MRF പോലെയുള്ള കമ്പനികളുടെ ഷെയറുകളായിരിക്കാം. ഇതൊന്നുമല്ലെങ്കിൽ യൂറോ USD, GBP USD പോലെയുള്ള കറൻസി പെയറുകളായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ, എത്തേറിയം പോലെയുള്ള ക്രിപ്റ്റോ കറൻസികളായിരിക്കാം. ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന സ്ഥലത്തെ നമ്മൾ മാർക്കറ്റുകൾ എന്നാണ് പറയുന്നത് അല്ലേ. ഇതുപോലെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് ഈ ലോകത്ത് ഫേമസ് ആയിട്ടുള്ള 4 മാർക്കറ്റുകളുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ഫസ്റ്റ് വണ്ണാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ എയ്ച്ചർ മോട്ടോഴ്സ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ MRF പോലെയുള്ള കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയാറുള്ളത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ഫോർ എക്സാമ്പിൾ യൂറോ USD, GBP USD JPY പോലെയുള്ള കറൻസി പെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ഫോറക്സ് മാർക്കറ്റുകൾ എന്ന് പറയാറുള്ളത്. മാത്രമല്ല ബിറ്റ്കോയിൻ അല്ലെങ്കിൽ എത്തേറിയം പോലെയുള്ള ക്രിപ്റ്റോ കറൻസികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റുകളെയാണ് നമ്മൾ ക്രിപ്റ്റോ മാർക്കറ്റുകൾ എന്ന് പറയാറുള്ളത്. ഇതിന് പുറമെ ഗോൾഡ് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ, സിങ്ക്, കോപ്പർ പോലെയുള്ള കമ്മോഡിറ്റികൾ വാങ്ങൽ വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റുകളെയാണ് നമ്മൾ കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയാറുള്ളത്. ഇതാണ് ഈ 4 മാർക്കറ്റുകളാണ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് ലോകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഇനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന് ഞാനൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്കൊരു ബിസിനസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അസർ എൻ്റർപ്രൈസസ് എന്നുള്ളതാണ് എൻ്റെ ബിസിനസ്സിൻ്റെ പേര്. ഓക്കെ, ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എനിക്ക് തോന്നുകയാണ് ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ, തൻ്റെ ബിസിനസ്സിനൊന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് ഈ IPO പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ IPO എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒരു കമ്പനി കടന്നു വരുന്നുണ്ടാവുക. ഇനി കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞാൽ പണ്ട് നിങ്ങൾക്ക് എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് അതിനുള്ളൊരു അവസരമില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് ആവശ്യമായുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് IPO എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് എനിക്കൊരു 1000 കോടി രൂപയുടെ ആവശ്യമുണ്ട്. ഈ 1000 കോടി രൂപയെ ഞാൻ എന്ത് ചെയ്യുന്നു, 1000 ഈക്വൽ പോർഷൻസ് ആയിട്ട് തരംതിരിക്കുന്നു. ഈ പോർഷൻസിനെയാണ് നമ്മൾ കമ്പനികളുടെ ഷെയറുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്? 1 കോടി രൂപ അല്ലേ. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്, എനിക്ക് IPOയെ 1000 കോടി രൂപ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കോടി രൂപ മൂല്യമുള്ള 1000 ഷെയറുകളായി അതിനെ തരംതിരിച്ച് ഞാൻ പബ്ലിക് ആയുള്ള ആളുകൾക്ക് കൊടുക്കുകയാണ്. ഇനി നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഈ ഷെയറുകൾ വാങ്ങിക്കൊണ്ട് എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമാകാൻ സാധിക്കും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ IPO എന്ന് പറയാറുള്ളത്. നമ്മൾ എന്തിനാണ് IPO പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ IPO എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഒരു കമ്പനി കടന്നു വരാറുള്ളത്. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ കേൾക്കുന്ന മോസ്റ്റ് ഓഫ് ദ കമ്പനികൾ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ കമ്പനികളും IPO എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് കടന്നു വന്നിട്ടുള്ളത്. IPO എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. എന്നാൽ ഈ IPO എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ നമുക്കൊരു സ്ഥലം ആവശ്യമല്ലേ. ഈ സ്ഥലത്തെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാറുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്നാണ് NSE, രണ്ടാമത്തേതാണ് BSE. NSE എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് നമ്മൾ IPO എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവുക. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് BSE എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് ഈ NSE ആണ്. നാളെ ഞാൻ എൻ്റെ കമ്പനികളുടെ 1000 ഷെയർസുമായിട്ട് എവിടെ എത്തുന്നുണ്ട്? ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്തുന്നുണ്ട്. നാളെ ഞാൻ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ IPO ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ടെക്നിക്കലി പറയാറുള്ളത് ലിസ്റ്റിംഗ് ഇൻ എക്സ്ചേഞ്ച് എന്നാണ്. അതായത് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിലവിൽ ഏകദേശം BSEയിൽ 5000-ലധികം കമ്പനികൾ ഏത് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്? ലിസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. ഇനി NSEയിലോട്ട് വരുന്ന സമയത്ത് 2000-ലധികം കമ്പനികൾ ഏത് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്? ലിസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. നാളെ എൻ്റെ കമ്പനി IPO ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? NSEയിലും BSEയിലുമായിട്ട് എൻ്റെ കമ്പനികളെ ലിസ്റ്റിംഗ് ചെയ്യുകയാണ്. IPO എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഒരു കമ്പനി കടന്നു വരുന്നത്. എന്നാൽ പബ്ലിക് ആയിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് മാർക്കറ്റിലോട്ട് കടന്നു വരിക? ഉദാഹരണത്തിന് നാളെ അംബാനി പറയാണ് ഞാൻ അസറിൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. ഓക്കെ, ഇത് കേൾക്കുന്ന സമയത്ത് പബ്ലിക് ആയിട്ടുള്ള നമുക്ക് എന്താ തോന്നുക? അംബാനിയെ പോലെയുള്ള ഒരാൾ അസറിൻ്റെ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ, റൈറ്റ്? എങ്ങനെയെങ്കിലും ആ കമ്പനികളുടെ കുറച്ച് ഷെയർസ് എന്ത് ചെയ്യണം, വാങ്ങിക്കൂട്ടണം എന്നാണ് ചിന്തിക്കല്ലേ. പക്ഷേ ഡയറക്റ്റ്ലി പബ്ലിക് ആളുകൾക്ക് എന്നെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. കാരണം ആ ഷെയർസ് ഇപ്പോൾ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. പക്ഷേ ഡയറക്റ്റ്ലി എവിടെയും അപ്രോച്ച് ചെയ്യാൻ സാധിക്കില്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളെപ്പോലെയുള്ള പബ്ലിക് ആയുള്ള ആളുകൾക്ക് ഒരു കമ്പനികളുടെ ഷെയറുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ
നമ്മൾ ആദ്യം സമീപിക്കേണ്ടത് ഒരു സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആണ് സെറോദ, അല്ലെങ്കിൽ അപ്സ്റ്റോക്ക്, അല്ലെങ്കിൽ ഗ്രോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ. ഓക്കെ, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ സമീപിച്ച് അവരുടെ കീഴിൽ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെപ്പോലെയുള്ള പബ്ലിക്കായുള്ള ആളുകൾക്ക് NSൽ നിന്നും BSൽ നിന്നും കമ്പനികളുടെ ഷെയർസ് വാങ്ങാനും വിൽക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ ആസ് എ ട്രേഡർ, ആസ് എ ഇൻവെസ്റ്റർ, നിങ്ങൾ ഈ മേഖലയിലോട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താണ്? നിർബന്ധമായിട്ടും എല്ലാ ആളുകളും എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു ഡിമാറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞവയുടെ അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഒരു ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയുള്ള ഡോക്യുമെൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യാം? ഒരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് IPO എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഒരു കമ്പനി കടന്നു വരുന്നത്. എന്നാൽ നമ്മളെപ്പോലെയുള്ള പബ്ലിക് ആളുകളോ ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ള പബ്ലിക് ആയുള്ള ആളുകൾ മാർക്കറ്റിലോട്ട് കടന്നു വരുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാ ആളുകളും എന്ത് ക്രിയേറ്റ് ചെയ്യുക? ഒരു ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിലോട്ട് നിങ്ങൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് നിങ്ങൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ദ ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്? ഒരു ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ആളുകളും ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിലോട്ട് കടന്നു വരിക.